നമസ്കാരം. മഹാരാഷ്ട്രയിലും ബുൾഡോസർ ഇറങ്ങിത്തുടങ്ങി. സംഗതി വേറൊന്നുമല്ല, നമ്മുടെ TCSലെ ഒരു കൺവേർഷൻ ശൃംഖല ഉണ്ടായിരുന്നല്ലോ, ഒരു മതപരിവർത്തന ജിഹാദി ശൃംഖല. ആ ശൃംഖലയിലെ ഏറ്റവും പ്രധാന കണ്ണിയായ നിദാ ഖാനെ സംരക്ഷിച്ചിരുന്നത്, ഛത്രപതി സംഭാജി നഗറിൽ ഒളിവിൽ താമസിക്കുവാൻ സഹായിച്ചത് നമ്മുടെ ഒവൈസിയുടെ പാർട്ടിയുടെ ഒരു കൗൺസിലറായിരുന്നു. AIMIMൻ്റെ ഒരു കൗൺസിലറായിരുന്നു. ആ കൗൺസിലറുടെ ചില അനധികൃത വസ്തുവകകൾ, കയ്യേറ്റ ഭൂമിയിൽ നിർമ്മിച്ചിരുന്ന വസ്തുവകകൾ ഇടിച്ചു നിരത്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ഇടിച്ചു പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഒവൈസിയുടെ പാർട്ടിയിലെ നിരവധി ആളുകൾ ബന്ധപ്പെട്ടിട്ടുണ്ട് ആണ് അറിയുവാൻ കഴിയുന്നത്. മാത്രമല്ല, നേരത്തെ തന്നെ തത്വമി ന്യൂസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മലേഷ്യൻ ബന്ധങ്ങളും എല്ലാം സംശയിക്കുന്നുണ്ട് എന്നുള്ള വിവരം പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. ഒപ്പം തന്നെ രാജ്യത്തിനകത്ത് തന്നെ ഈ ശൃംഖലയുടെ മറ്റ് കണ്ണികൾ അല്ലെങ്കിൽ മറ്റ് സെല്ലുകൾ പ്രവർത്തിക്കുന്നുണ്ടോ എന്നും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷിക്കുന്നുണ്ട്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇനി നിദാ ഖാൻ എന്ന ഈ കുറ്റവാളിയിൽ നിന്നേ, ജിഹാദിനിയിൽ നിന്നേ വ്യക്തമാവുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് ഒവൈസിയുടെ പാർട്ടിയിലെ നിരവധി പ്രാദേശിക കൗൺസിലർമാർക്ക്, കാരണം മഹാരാഷ്ട്രയിൽ കുറേയൊക്കെ സ്വാധീനം ഒവൈസിയുടെ പാർട്ടിക്കുണ്ട്. ഒപ്പം തന്നെ പല ജിഹാദികളും അതിനുള്ളിൽ കടന്നുകൂടി. ഒവൈസിയുടെ പാർട്ടി അല്ലെങ്കിൽ ജിഹാദി മുക്തമാണെന്നല്ല ഞാൻ പറയുന്നത്, നുഴഞ്ഞു കയറേണ്ട ആവശ്യം ജിഹാദികൾക്കുണ്ടെന്ന് അല്ല ഞാൻ പറയുന്നത്. ഒവൈസി കാര്യം ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് രാജ്യത്തോടൊപ്പം നിന്നെങ്കിൽ പോലും അതിനു മുൻപും അതിനുശേഷവും ഏതെങ്കിലും തരത്തിൽ ജിഹാദികൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവർക്ക് നിയമസഹായവുമായി ഓടിയെത്തുന്ന ആദ്യ വ്യക്തികളിലോ അല്ലെങ്കിൽ സംഘടനകളുടെ തലവന്മാരിലോ ഒരാൾ ഒവൈസി തന്നെയാണ്. ഇപ്പോഴും അത് തുടർന്നു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഭീകരവാദികൾ തങ്ങൾക്കൊരു തണലിടമായി ഒവൈസിയുടെ പാർട്ടിയെ കാണുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് മഹാരാഷ്ട്രയിൽ പല പ്രദേശങ്ങളിലും ഇവരുടെ 1-2 കൗൺസിലർമാർ ഉണ്ട്. അത് തന്നെ ഛത്രപതി സംഭാജി നഗറിലും ഉണ്ടായിരുന്നു. ഛത്രപതി സംഭാജി നഗർ എന്നൊക്കെ ഈ വിഷയത്തിൽ ആവർത്തിച്ച് പറയുമ്പോൾ ചിലരെങ്കിലും കമൻറ്റുകളിലൂടെ ചോദിച്ചിരുന്നു, ഈ ഛത്രപതി സംഭാജി നഗർ എന്ന് പേരുള്ള ഒരു പ്രദേശത്ത് എങ്ങനെയാണ് ഈ നിദാ ഖാനെ പോലുള്ള ഒരു ജിഹാദിനിക്ക് ഒളിവിൽ താമസിക്കുവാൻ സാധിച്ചത്? ഒന്ന്, അവർ പതിവായി പ്രത്യക്ഷപ്പെടുന്ന ചാക്കുകെട്ടിൽ നിന്ന് പുറത്തിറങ്ങി ആർക്കും തിരിച്ചറിയാൻ പറ്റാത്ത, കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ആരാണെന്നുള്ളത് ആർക്കറിയാം. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ആളുടെ മുഖം കാണാം, പക്ഷേ ഈ മുഖം തന്നെയായിരുന്നു ആ ചാക്കുകെട്ടിനുള്ളിലെന്ന് നേരത്തെ പ്രവചിക്കുവാൻ സാധിക്കില്ല. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഛത്രപതി സംഭാജി നഗർ എന്നുള്ളത് ആ പ്രദേശത്തിൻ്റെ താരതമ്യേന പുതിയ നാമമാണ്. അതിനു മുമ്പ് ആ പ്രദേശത്തിൻ്റെ പേര് ഔറംഗാബാദ് എന്നായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് കാര്യം വ്യക്തമായി കാണുമല്ലോ എന്തുകൊണ്ടാണ് നിദാ ഖാൻ ആ പ്രദേശം തന്നെ ഒളിവിൽ താമസിക്കുവാൻ തിരഞ്ഞെടുത്തതെന്ന്. ആ പ്രദേശത്ത് നിദാ ഖാനെ ഒളിവിൽ താമസിക്കുവാനും അവർക്കുള്ള പണമോ മറ്റാവശ്യങ്ങളോ ഒക്കെ നടത്തിക്കൊടുത്തുകൊണ്ടിരുന്നത് AIMIM പാർട്ടിയുടെ കൗൺസിലർമാരായിരുന്നു. ആ കൗൺസിലറുടെ അനധികൃത നിർമ്മാണവും എല്ലാം മഹാരാഷ്ട്ര സർക്കാർ ഇടിച്ചു പൊളിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. തന്നെയുമല്ല, കൂടുതൽ ആളുകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ഉത്തർപ്രദേശിലേക്കും ഈ അന്വേഷണം നീളുന്നുണ്ട്. കാരണം അവിടെ ചങ്കൂരി ബാബയെ പോലുള്ള ആളുകളുടെ ഈ ഇത്തരത്തിലുള്ള മതപരിവർത്തന ജിഹാദി ശൃംഖലകളുമായി ഇവർക്ക് ബന്ധമുണ്ടായിരുന്നു. ഒപ്പം ഈ നിദാ ഖാൻ്റെ പക്കൽ നിന്ന് പിടിച്ചെടുക്കപ്പെട്ട ലാപ്ടോപ്പിൽ നിന്നും ഫോണിൽ നിന്നുമൊക്കെ പുറത്തു വന്ന വിവരങ്ങൾ ഇപ്പോൾ നമുക്കറിയുവാൻ സാധിക്കുന്ന ഏറ്റവും ചുരുങ്ങിയ വിവരങ്ങൾ പോലും ഞെട്ടിക്കുന്നതാണ്. കാരണം നിരവധി പെൺകുട്ടികൾക്ക് നിസ്കാരത്തിനുള്ള മുറകൾ, ഇങ്ങനെ വേണം നടക്കുവാൻ, അല്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാകും തുടങ്ങിയ ഒരു മധുരത്തിൽ പൊതിഞ്ഞ ഭീഷണികൾ തുടങ്ങിയ പല പ്രക്രിയകളും ഈ സ്ത്രീ ചെയ്തിരുന്നു എന്നുള്ളതിൻ്റെ പ്രാഥമിക തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. ഒപ്പം ഇവരുടെ പിന്നിലുള്ള ഈ ഒവൈസിയെ പോലുള്ള നേതാക്കളുടെ, രാഷ്ട്രീയ സംഘടനയിലെ പ്രാദേശിക നേതാക്കളുടെ ഒരു ശൃംഖല വെളിവാകുന്നത് ശക്തമായൊരു റാക്കറ്റ് തന്നെയാണ്. അതിൻ്റെ അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ സംശയങ്ങൾ, അത് മലേഷ്യയിലേക്ക് സക്കീർ നായിക്കിനെ പോലുള്ള രാജ്യവിരുദ്ധരുടെ ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഈ സംഘത്തിന് മേലുണ്ടോ, അല്ലെങ്കിൽ സംഘത്തിന് പിന്നിലുണ്ടോ, ധനസഹായമായോ ആശയങ്ങളുടെ ഒരു സഹായമായോ? കാരണം ഈ മതപരിവർത്തനത്തിന് കൊണ്ടിരുത്തുമ്പോൾ അപ്പുറത്ത് ബ്രദർ ഹാസ് ആസ്ക്ഡ് എ ഗുഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുവാനായിട്ടൊരു ആട്ടുംതാടി വേണമല്ലോ. ആ ആട്ടുംതാടി സക്കീർ നായിക്കോ അദ്ദേഹത്തിൻ്റെ പുതിയ നായകന്മാരോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകനും ഇപ്പോൾ നായകപ്പണിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ബ്രദർ ഹാസ് ആസ്ക്ഡ് എ ഗുഡ് ക്വസ്റ്റ്യൻ എന്നുള്ള പണിയുമായിട്ട് ഇറങ്ങിയിട്ടുണ്ടെന്ന് അറിയുവാൻ കഴിയുന്നു. ഇത്തരത്തിലുള്ള ആരെങ്കിലും, ഏതെങ്കിലും ഒരു വലിയ ജിഹാദി ഉസ്താദ് ഇതിൻ്റെ പിന്നിലുണ്ടോ എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള അന്വേഷണങ്ങൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ
ഏറ്റവും വലിയ പ്രശ്നം, അന്വേഷണ സംഘം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇത്തരത്തിലുള്ളൊരു ഉസ്താദ് അല്ലെങ്കിൽ ഈ ഒരു പ്രക്രിയയ്ക്ക് കൂട്ടുനിന്നു എന്ന് കരുതുക. ഉസ്താദിന് പറയാം, എനിക്കറിയില്ലായിരുന്നു, കൃത്യമായി നിദാഖാനെ കൈയൊഴിയാം, എനിക്കറിയില്ലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അവരെ ഈ പെൺകുട്ടിയെ അല്ലെങ്കിൽ ഈ പെൺകുട്ടികളെ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്നപ്പോൾ ഞാൻ കരുതിയത് ആ പെൺകുട്ടികൾ സ്വന്തം ഇഷ്ടപ്രകാരം ഈ മതം സ്വീകരിക്കുവാൻ തയ്യാറായി വന്നു. അവർ മതത്തെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ പറഞ്ഞു കൊടുത്തു, അതെൻ്റെ ജോലിയാണ് എന്ന് ഉസ്താദ് പറഞ്ഞാൽ അല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റേതായിരിക്കും. അത് തെളിയിക്കുക അത്ര എളുപ്പമല്ല. അതാണ് ഇത്തരം കേസുകളെ സങ്കീർണമാക്കുന്ന ഏറ്റവും വലിയ ഒരു കീറാമുട്ടി. അതുപോലെ തന്നെ പ്രതികൾക്കും, നിദാഖാൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്ക് ഇത്തരത്തിലുള്ളൊരു പ്രതിരോധം മുന്നോട്ട് വയ്ക്കുക. ആദ്യഘട്ടത്തിൽ തന്നെ ഇത്തരത്തിൽ അറസ്റ്റിലായ പല ജിഹാദികളുടെയും, ആണുങ്ങളുടെ കാര്യമാണ് പറയുന്നത്, 6 പേര് ഒരുമിച്ച് അറസ്റ്റിലായപ്പോൾ അതിൽ ഷാറൂഖ് എന്നോ സാദിഖ് എന്നോ പറഞ്ഞ ഏതൊരു ജിഹാദിയുടെ അമ്മ മുന്നിട്ടിറങ്ങി ആ ഉമ്മ തന്നെ പറയുന്നത്, എൻ്റെ മകനോട് അവൾ സംശയങ്ങൾ ചോദിച്ചത് അവൻ ദൂരീകരിച്ചു കൊടുത്തു എന്നേ ഉള്ളൂ, അല്ലാതെ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല, അവൻ പൊട്ടിത്തെറിക്കാനൊന്നും പോയില്ലല്ലോ എന്നുള്ള തരത്തിൽ ഇരവാദവുമായി മുന്നോട്ട് വന്നു. ഇത്തരത്തിലുള്ള പ്രതിരോധങ്ങൾ അവർ നേരത്തെ തയ്യാറാക്കി, നിയമത്തിൻ്റെ പല പഴുതുകളും നേരത്തെ മനസ്സിലാക്കി വെച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. ഒപ്പം ഇത്തരത്തിലുള്ള രാഷ്ട്രീയക്കാരുടെ പിന്തുണയും കൂടി ആകുമ്പോൾ രാജ്യത്തിന് ഏറ്റവും അപകടകരമായ തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യുന്ന ഒരു സംവിധാനമായി, ഒരു വളരെ കൃത്യതയോടുകൂടിയും കാര്യക്ഷമതയോടുകൂടിയും ക്രമപദ്ധതികളോടുകൂടിയും പ്രവർത്തിക്കുന്ന വലിയൊരു സംഘമായി തന്നെ ഇവർ മാറുകയാണ്. കാരണം ഈ നിദാഖാൻ്റെ സംഘത്തിന് ഇനിയുള്ള ഏതെങ്കിലും മറ്റൊരു ജിഹാദിനിയുടെ സംഘവുമായി നേരിട്ട് ബന്ധം കാണണമെന്നില്ല. പക്ഷേ അടിസ്ഥാനപരമായി പ്രവർത്തികളുടെയും ആശയങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഇവരെല്ലാം ഒന്നായി തന്നെ വരും. അല്ലെങ്കിൽ ഇവരെയൊക്കെ ബന്ധിപ്പിക്കുന്ന ഏതൊക്കെയോ ഘടകങ്ങളുണ്ട്. അതൊരു പക്ഷേ ഈ സക്കീർ നായിക്കിനെ പോലുള്ള ഉസ്താദുകളായിരിക്കാം, അല്ലെങ്കിൽ ഒവൈസിയെ പോലുള്ള നേതാക്കളോ അവരുടെ കീഴിൽ പ്രവർത്തിക്കുന്ന പ്രാദേശിക നേതാക്കളോ ആയിരിക്കാം. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, നാഷിക്കിലെ TCSനുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു പ്രക്രിയ അല്ല, അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യമോ രാജ്യവിരുദ്ധ പ്രവർത്തനമോ അല്ല TCS കൺവേർഷൻ റാക്കറ്റ് എന്ന് ഇപ്പോൾ ദേശീയ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്ന ഈ ഒരു ജിഹാദി സംഘം. അവരങ്ങനെ വിശേഷിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അവർ പോലും പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു വ്യാപ്തി ഒരുപക്ഷെ രാജ്യം മുഴുവൻ ഉണ്ടായിരിക്കാം, രാജ്യത്തിന് പുറത്തേക്കും കടന്നിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വിശേഷണത്തിൽ ഒതുങ്ങുന്ന ഒരു സംഘമല്ല ഇത് എന്നുള്ള കാര്യം ഉറപ്പാണ്. എത്രത്തോളമാണ് അതിൻ്റെ വ്യാപ്തി എന്നുള്ളത് മാത്രമേ നമുക്കിനി അറിയുവാൻ സാധിക്കുകയുള്ളൂ. ഈ വിഷയം സംസാരിക്കുമ്പോൾ എല്ലാം ഞാൻ പറയുന്നൊരു കാര്യം ആവർത്തിച്ചു കൊണ്ട് നിർത്തുന്നു. നിങ്ങളുടെ പെൺകുട്ടികളെയും ആൺകുട്ടികളെയും സുരക്ഷിതരായി വളർത്തുക. അവരെ വീട്ടിൽ അടച്ചിട്ട് വളർത്തുവാനല്ല പറയുന്നത്. അവരാരുമായൊക്കെ ബന്ധം പുലർത്തുന്നുണ്ട്, അവരുടെ സുഹൃത്തുക്കൾ ആരാണ്, അവരുടെ സുഹൃത്തുക്കളിൽ നിദാഖാനും ഈ ഷാറൂഖും സമദും അംജദും ഒക്കെ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കുക. അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തുക. പട്ടികളുടെ ഒരു വലിയ സംഘത്തിനിടയിൽ പേപ്പട്ടിയുണ്ടെന്ന് നമുക്കറിയാമെങ്കിൽ അതിലേത് പട്ടിക്കാണ് പേ എന്ന് തരംതിരിച്ച് നോക്കുവാൻ നമ്മൾ മുതിർന്നാൽ ഒരുപക്ഷെ കടി കൊണ്ട് പേ പിടിച്ച് മരിക്കുമ്പോഴേ നമുക്കതിൻ്റെ പ്രശ്നം മനസ്സിലാവുകയുള്ളൂ. അത്തരം ഒരു അബദ്ധം കാണിക്കാതിരിക്കുക. ഇത് വീണ്ടും വീണ്ടും പറയുന്നത് നമ്മുടെ സമൂഹത്തിന് വേണ്ടിയിട്ടാണ്. ചെയ്യാമെങ്കിൽ ചെയ്യുക. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.